നമസ്കാരം. ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിക്ക് മുന്നിലാണ്. RP ഇപ്പോൾ ഹിന്ദു മഹാസമ്മേളനം നടക്കുകയാണ്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം കടന്നു വരുന്ന ഒരു വിഷയമുണ്ട്. അത് കശ്മീരാണ്. കശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണം. ഇന്നിപ്പോൾ നിരവധി ആൾക്കാർ പല മേഖലയിൽ നിന്നുള്ളവർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് കുമാർ കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചു എന്നുള്ളത്. എന്തായിരുന്നു പൊതുവായിട്ടുള്ള അവരുടെ ഒരു പ്രതികരണം, അവരുടെ ഒരു വികാരം എന്താണ്? പൊതുവികാരം നമ്മൾ ഇന്ന് രാജ്യത്ത് കാണുന്ന അതേ വികാരം തന്നെയാണ്. അതായത് തിരിച്ചടി. ഇന്ത്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേറ്റിരിക്കുന്നു. ആ ആത്മാഭിമാനത്തോടുകൂടി എങ്ങനെയായിരിക്കും ഇനി ഇന്ത്യ പ്രതികരിക്കുക? ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതുവരെ എന്തായാലും സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര നടപടികൾ അത് ഇവിടെ ചർച്ചയാകുന്നുണ്ട്. ഇതിനപ്പുറം ഒരു നടപടി ഉണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൂചനയുണ്ടോ സത്യത്തിൽ? തീർച്ചയായിട്ടും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി ആദ്യമായിട്ട് രാജ്യത്തോടെ സംസാരിച്ച് യഥാർത്ഥത്തിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രതികരണമല്ല. അദ്ദേഹം ബീഹാറിലെ ഒരു നേരത്തെ നിശ്ചയിച്ച ഒരു ഇലക്ഷൻ റാലിയിൽ പോയതാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആദ്യ പരസ്യ പ്രതികരണം എന്നുള്ള നിലയിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അദ്ദേഹം നന്നായിട്ട് എന്താ പറയുക, ഞാൻ നേരത്തെ നമ്മളുടെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞായിരുന്നു, അമർഷവും ദുഃഖവും കടിച്ചമർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കുറേ കാര്യങ്ങൾ, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞതെല്ലാം ഹിന്ദിയിൽ സംസാരിക്കുകയും പെട്ടെന്ന് തന്നെ ഭാഷ മാറ്റി ഇംഗ്ലീഷിൽ പറയുകയും, ഇംഗ്ലീഷിൽ പറഞ്ഞത് കൃത്യമായി ലോകത്തിനുള്ള സന്ദേശമാണ്. ആ സന്ദേശം ഇതാണ്: തീവ്രവാദികൾ, ഭീകരവാദികൾ, അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, അവർക്ക് താവളമൊരുക്കുന്നവർ, ഇവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല. വളരെ കൃത്യമാണ്. അപ്പോൾ അത് ഡെഫിനറ്റായിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യും, എന്താണ് ചെയ്യുക, എന്താണ് ഇതിനകത്തൊക്കെ വേണ്ടത്? ആ ഒരു സർപ്രൈസ് എലിമെൻ്റാണ്. അതെ, ആ സർപ്രൈസ് എലിമെൻറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കറാച്ചിയിലൊക്കെ വലിയ തോതിലുള്ള ആക്ടിവിറ്റീസ് നടക്കുകയാണ്. നേവൽ ആക്ടിവിറ്റീസ്, എയർഫോഴ്സ് അലേർട്ടിലാണ്, ആർമി അലേർട്ടിലാണ് പാകിസ്ഥാൻ്റെ. അപ്പം നമ്മുടെ ഈ അന്തർവാഹിനി അവിടെയുണ്ട്, കറാച്ചിക്ക് ഇപ്പുറത്ത് കടലിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഐ ടു ഐ നിൽക്കുന്ന രണ്ട് ശക്തികൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഈ അവസ്ഥയിൽ പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഇതൊരു ലോങ് ടേം പ്ലാനായിട്ട് തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം അവരുടെ മരണ വാറണ്ട് എഴുതിയതാണ് കഴിഞ്ഞ ദിവസം കണ്ട പഹൽഗാമിലെ. അത് എന്തിന് ഒരല്പം ബുദ്ധിയും അല്പം പ്രാക്ടിക്കൽ സെൻസുള്ള ഒരാളും ചെയ്യാത്ത കാര്യമാണ്. ഇവർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ഫോക്കസ് മുഴുവൻ കാശ്മീരിലേക്ക് വരും. ഇത് കാശ്മീരിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റിയ സമയമാണ്. JD വാൻസ് ഇവിടെ ഉണ്ട്, മോദി സൗദിയിൽ പോകുന്നു, വലിയ തോതിൽ ഭാരതത്തിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ വരുന്നു. അപ്പോൾ ഈ സമയത്ത് കൃത്യമായിട്ട് കശ്മീരിലൊരു വലിയ സംഭവം ഉണ്ടായാൽ, കശ്മീർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ പറയുന്നത് പോലെ അവിടെ സമാധാനമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അയ്യോ കശ്മീർ എങ്ങനെയെങ്കിലും നമ്മൾക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ പ്രഷർ ഭാരതത്തിൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നായിരിക്കും ഇവർ ധരിച്ച്. വളരെ തെറ്റായ കാൽക്കുലേഷനായിരുന്നു അത്. ഇപ്പോൾ ഫോക്കസ് യഥാർത്ഥത്തിൽ കശ്മീരിൻ്റെ മുകളിലല്ല, പാകിസ്ഥാൻ്റെ മുകളിലാണ്. അപ്പോൾ അത് പാകിസ്ഥാന് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റം കൂടി നമ്മൾ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഒരു പതിറ്റാണ്ട് മുന്നോടിയായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിന് ഇത്രയും വലിയ ഒരു മിലിറ്ററി പ്രിപ്പയർഡ്നെസ് ഒന്നും പാകിസ്ഥാൻ നടത്തുമായിരുന്നു. മാത്രമല്ല ഈ ഇന്ത്യൻ പൊതുസമൂഹത്തിൽ തന്നെ തിരിച്ചടി വേണമെന്നൊരാവശ്യം ഉയരുകയാണ് ഇങ്ങോട്ട്. നേരത്തെ അതൊരു സർപ്രൈസ് ആയിരുന്നു. ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ചടി വേണമെന്ന് മാത്രമല്ല, ഇപ്പോൾ ആരൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? എല്ലാ സമൂഹങ്ങളും ആവശ്യപ്പെടുന്നത്. കശ്മീരിൽ ആദ്യമായിട്ടാണ് കശ്മീരിൽ തിരിച്ചടി, പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ തിരിച്ചടി ആവശ്യപ്പെട്ടുകൊണ്ട് കശ്മീരിലെ തെരുവിൽ ജനം പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. കാരണം അവരുടെ വായിലാണ് മണ്ണിട്ടത് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഇതൊന്നും ഒരു വിഷയമല്ല. ഇവന്മാർ ഈ പറയുന്ന കശ്മീർ സ്നേഹം, മുസ്ലിം സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയാണ്. അത് മുഴുവൻ ഒരു ചതിയാണ്. അതിപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലോങ് ടേം പ്ലാൻ ഇതിനകത്തുണ്ടാവും. കുമാര, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. മോദിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ഞാൻ രാഷ്ട്രീയം, മോദി ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും മറക്കാത്ത ആളാണ്. യഥാർത്ഥത്തിൽ 26/11 2008 മുംബൈ ആക്രമണം മറക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. ഞാനത് ഇവിടെ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. കാരണം
ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഓടി അന്ന് മുംബൈയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മോദിയായിരുന്നു. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത അന്ന് മുതൽ ലഷ്കർ ഇ തൊയ്ബയുടെ മോശകാലം തുടങ്ങിയിട്ടുണ്ട്. ഓരോ നേതാക്കന്മാരായിട്ട് അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നു, അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇതൊന്നും ഇന്ത്യയാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഏതാണ്ട് ഊഹിക്കാം. ലഷ്കർ ഇ തൊയ്ബയുടെ ആ ഒരു സംഘടനാ സംവിധാനം തന്നെ തകർന്ന അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്തൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ, അവർക്ക് ഫണ്ട് വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതുകൊണ്ടായിരിക്കണം അവരിത് ഒപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് അവരുടെ അവസാനമാണ്, അവരുടെ മരണവാറണ്ടാണ്, പാകിസ്ഥാൻ്റെ മരണവാറണ്ടാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ ആ ഭീകരതയെ വെള്ളപൂശുന്നു, അതിനെ വെളുപ്പിക്കുന്നു എന്നൊക്കെ ഒരു ചർച്ച കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കിന് പ്രൂഫ് ചോദിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ഇന്ന് കോൺഗ്രസ് നടപടി ആവശ്യപ്പെടുന്നു, ഈ പറയുന്ന മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ തലത്തു നിന്നും ഇങ്ങനെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റിരിക്കുന്നു, നടപടി വേണം എന്നൊരാവശ്യം. ഒരു കാര്യമുണ്ട് കുമാർ, ഇപ്പോൾ സിനിമയുടെ കാര്യം കുമാർ പറഞ്ഞാൽ വളരെ നന്നായി, ഞാൻ അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു പ്രധാന കാര്യം, ഈ വൈറസുകൾ പൂർണ്ണമായിട്ട് കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്നും മാറിയിട്ടില്ല. അത് എടുത്തു പറയണം. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഇന്ന് ശശി തരൂർ, തിരുവനന്തപുരത്തിൻ്റെ MP, എനിക്ക് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പറയുന്നവർ ഇപ്പോഴും കുറവാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഭീകരാക്രമണത്തെ അവർ അപലപിച്ചിട്ടുണ്ട് പല ആൾക്കാർ. പക്ഷേ അപലപിക്കാത്തവർ ഇപ്പോഴും ഉണ്ട്. അപലപിച്ചില്ല എന്ന് മാത്രമല്ല, റോബർട്ട് വാദ്രയെ പോലെയുള്ള ആൾ പറഞ്ഞ എന്താണെന്നും നിങ്ങൾ കേട്ടില്ല. ഇന്ത്യയാണ് ഇതിന് കാരണമെന്ന്. മുസ്ലിങ്ങളെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പേടിച്ചാൽ അവരുടനെ തീവ്രവാദത്തിലേക്ക് പോകുമെന്നാണോ ഈ റോബർട്ട് വാദ്ര പറയുന്നത്? എന്ത് വിട്ടിത്തമാണ് ഇയാൾ ഈ പറയുന്നത്? ഇതിപ്പോൾ റോബർട്ട് വാദ്ര പറഞ്ഞില്ലെങ്കിൽ ഇത് ദിഗ്വിജയ് സിംഗ് പറയും, അല്ലെങ്കിൽ സാം പിട്രോഡ പറയും. അപ്പോൾ ഈ ഒരു സംസ്കാരം അവിടെ ഉണ്ട്. പക്ഷേ വളരെ ആശ്വാസകരമാണ്. ഇനി കോൺഗ്രസിൽ നിന്ന് പോയ വേറൊരു NCPയുടെ ഒരു നേതാവ്, അയാൾ ഇന്ന് മുംബൈയിൽ പ്രസ്ഥാനം നടത്തി. അങ്ങനെ മതം നോക്കിയൊന്നുമല്ല ആൾക്കാരെ കൊന്നത്, അതിനൊന്നും തെളിവില്ല. ഇതൊക്കെ ആൾക്കാർ അപ്പോൾ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ കള്ളം പറയുന്നതെന്നാണോ അങ്ങേര് പറയുന്നത്? അപ്പോൾ ഈ വൈറസുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കുമാർ പറഞ്ഞ വളരെ സത്യമാണ്, ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ 2008 ആ ഒരു മുംബൈ ആക്രമണം സംഭവിച്ചപ്പോൾ നമുക്കറിയാം, ഇതിനെ മറ്റൊരു തരത്തിൽ വെള്ളപൂശാനും വേറൊരു തരത്തിൽ ഹിന്ദു തീവ്രവാദമാണെന്നൊക്കെ പറഞ്ഞ് വഴി തിരിച്ചുവിടാനും ഒക്കെ ശ്രമം നടന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതൊരു വലിയ മാറ്റമാണ്. പിന്നെ കുമാർ ചോദിച്ച സിനിമയുടെ കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയ്ക്കുള്ള ഒരു സമയം കൂടാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും ദക്ഷിണ ഭാരതത്തിലെ ഈ സിനിമാ മേഖല ഇതിലെ ഒരു പ്രധാന ഘടകമാണ്. ആഖ്യാനങ്ങൾ ഉണ്ടാക്കുക, നരേറ്റീവ്സ് ഉണ്ടാക്കുക. ആ നരേറ്റീവ്സ് ദീർഘകാല അടിസ്ഥാനത്തിൽ, അതായത് ഒരു ലോങ് ടേം പ്ലാനിലൂടെ വളരെ ചെറിയ ചെറിയ ഡോസായിട്ട് കൊടുക്കുക. ഇതിനു വേണ്ടി സിനിമകൾ നിർമ്മിക്കുക, അതിനുവേണ്ടി കള്ളപ്പണം ഉണ്ടാക്കുക, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആഖ്യാനങ്ങൾ, ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം സിനിമകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്ന് മാത്രമല്ല, ഇതുപോലുള്ള സിനിമകൾ എടുക്കാൻ ഇനി ഒരാളും ധൈര്യപ്പെടരുത്. അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡിറ്റിംഗ്, നമ്മൾ ഈ പറയുന്ന സെൻസറിങ് ആണല്ലോ നടക്കുന്നത്. സെൻസറിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ഇപ്രാവശ്യം കണ്ടു. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ചായ കുടിച്ച് പിരിയുന്ന സംവിധാനമാണ് ഇത്. അതുമാത്രം പോരാ എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ ഒരു കൾച്ചറലായിട്ടും രാജ്യത്തിൻ്റെ ഒരു ഡിഫൻസ് ഇത്തരം മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക സെൻസറിങ് ആവശ്യപ്പെടണം. അല്ലാതെ ഒരു കള്ളപ്പണക്കാരൻ ഇവിടെ വന്ന് ഈ രാജ്യത്തെ സംസ്കാരത്തെ, ഈ രാജ്യത്തെ ജനങ്ങളെയും തെറ്റായി ചരിത്രത്തെ വഴിതിരിച്ചു വിടുന്ന, അല്ലെങ്കിൽ അതിനെ തെറ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സിനിമകൾ എടുക്കാൻ പാടില്ല, പറ്റില്ല. അത് ഒരു രാജ്യത്തും സമ്മതിക്കുന്ന കാര്യമല്ല. ഇത് നമ്മൾ ഒത്തിരി അങ്ങ് വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമാ മേഖല ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ ഇത്തരം, അതുപോലെ നമ്മുടെ അക്കാഡമിക് രംഗത്ത്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പലരും പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധതയാണ്, പലരും ചെയ്യുന്നത് രാജ്യവിരുദ്ധതയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം നമ്മളൊരു ബഹുസ്വര സമൂഹമാണെന്ന് അഭിമാനത്തോടെ പറയുന്നു. നമുക്ക് ഭാഷകൾ, മതം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വസ്ത്രം, ഭക്ഷണം എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ ഒരു ഭാരതീയത എന്നുള്ള ഒരൊറ്റ ഇതിലാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂടും. അത് നമ്മൾ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ എന്തായാലും പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്ത്യ മിസൈൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ പാകിസ്ഥാനാണ് നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. അതിനു മുന്നേ തന്നെ ഇന്ത്യ മിസൈൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ കാലതാമസമൊന്നുമില്ലാതെ തിരിച്ചടി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്ന വലിയ കാലതാമസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വ്യോമപാത പാകിസ്ഥാൻ അടച്ചു എന്ന് പറഞ്ഞു. മോദി ഈ വ്യോമപാത ഉപയോഗിക്കാതാണ് സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. മോദി സമുദ്രം വഴിയാണ് വന്നത്, അറേബ്യൻ സീ വഴിയാണ് വന്നത്. അപ്പം ഇനി ഞങ്ങൾ ഈ വ്യോമപാത ഉപയോഗിക്കില്ല എന്ന് മോദി തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായ സന്ദേശങ്ങളാണ്. എന്തായാലും രാജ്യം കാത്തിരിക്കുന്നത് ആ വലിയ തീരുമാനത്തിന് തന്നെയാണ്. രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ്, ആ മുറിവിന് വലിയ തിരിച്ചടി അത് കേന്ദ്ര സർക്കാർ എങ്ങനെ നൽകും? പാകിസ്ഥാന് നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ അഹങ്കാരം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു സ്ഥായിയായ മറുപടി ആയിരിക്കുമോ? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി വരും ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.